Good morning, students. So now let's apply the calculation of probability in in PERT. അതായത് നമ്മൾ എങ്ങനെയാണ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ലാസ്റ്റ് 2 ഡേയ്സിലായിട്ട് പഠിച്ചു. That is what is how we can complete a particular project within the given due date. അതിനാണ് chance or probability have been estimated with the help of normal distribution table Z വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് PERT-ലേക്ക് എങ്ങനെ വരും എന്നുള്ളതാണ്. So this is your question. So ആദ്യം question മനസ്സിലാക്കുക. After that we can do the problem. Okay. So the following table is the job of a network along with the time estimate. I to J activities have been given to you. 3 time തന്നോണ്ട് it's clear what it is stand for what PERT. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒപ്റ്റിമിസ്റ്റിക് മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് ടൈമിൽ നിന്നും ആക്ച്വൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇനി ആ കാൽക്കുലേഷൻ ഒന്നും കാണിക്കുന്നില്ല, ഡയറക്റ്റ്ലി ഞാൻ നിങ്ങൾ യു ജസ്റ്റ് നോട്ട് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ യുവർ സെൽഫ്. ഞാൻ ആ ടൈം ആക്ച്വൽ ടൈം ഞാൻ എഴുതി തരാം എങ്ങനെയാണെന്നുള്ളത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു മൾട്ടിപ്ലൈ മോസ്റ്റ് ലൈക്ലി ടൈം വിത്ത് 4 ആൻഡ് ആഡ് ദീസ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് ടൈം ടു ദാൻ ടേക്ക് ദി സം ആൻഡ് ഡിവൈഡ് ബൈ 6. അങ്ങനെയാണ് നിങ്ങൾക്ക് എസ്റ്റിമേറ്റഡ് ടൈം കിട്ടും. After that you can go back to the questions. What is your first question? Draw the project network. So after getting the actual time you can construct the network diagram and note the time there. Second is calculate the length and variance of the critical path. ആ ലെങ്ത് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡ്യൂറേഷൻ ആണ്. ദാറ്റ് മീൻസ് വാട്ട്, ക്രിട്ടിക്കൽ പാത്ത് കണ്ടിട്ട് ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ നമ്മൾ യൂഷ്വലി ചെയ്യാറില്ലേ, ആ സംഭവമാണത്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആഫ്റ്റർ ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ ടൈം എസ്റ്റിമേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് യുവർ പ്രോജക്റ്റ് ഡ്യൂറേഷൻ. പിന്നെ ഒരു പുതിയ സംഭവം വരുന്നുണ്ട്, വേരിയൻസ്. വേരിയൻസ് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ട് ഇസ് ദിസ് വേരിയൻസ് സ്റ്റാൻഡ് ഫോർ? സിഗ്മ സ്ക്വയർ അല്ലേ. സിഗ്മ സ്ക്വയർ ഇസ് വേരിയൻസ്. സിഗ്മ സ്ക്വയർ നമുക്ക് പ്രോബബിലിറ്റി കാണാൻ വേണ്ടി ആവശ്യമുണ്ട്. സിഗ്മ ഇസ് വാട്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ വേരിയൻസ് ഇസ് സിഗ്മ സ്ക്വയർ. ഹൗ വിൽ യു ഗെറ്റ് ദ സിഗ്മ ഫ്രം ദ? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ അല്ലേ. അപ്പോൾ വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അതൊരു ചെറിയ സ്റ്റെപ്പ് ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് സീ ദ തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് everything belongs to the section that we studied yesterday and day before yesterday. Third question vayiche, what is the approximate probability that the job on the critical path will be completed in 41 days and 35 days? നമ്മൾ അങ്ങനത്തെ കാര്യം ചെയ്തതാണ്. പക്ഷേ they have given only the due date here. ഇനി എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? we need estimated time അല്ലെങ്കിൽ mean and standard deviation has not given here. ആ mean and standard deviation എന്ന് പറയുന്നത് mean എന്ന് പറയുന്നത് ഏതാ? ഇറ്റ് ഇസ് TE. TE മീൻസ് നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലെങ്ത്, പ്രോജക്റ്റ് ലെങ്ത് ഇല്ലേ, അതാണ് TE എന്ന് പറയുന്നത്. വേരിയൻസിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് റൂട്ട് എടുക്കുന്നതാണ് സിഗ്മ എന്ന് പറയുന്നത്. സോ everything will be get in this question. 41 and 35 days ഇട്ടിട്ട് that is your T. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ബട്ട് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ലെങ്ത് ആൻഡ് വേരിയൻസ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നോട്ട് കംപ്ലീറ്റഡ് വിത്തിൻ 45 ഡേയ്സ്. അപ്പോൾ ആദ്യം 45 ഡേയ്സ് കണ്ടിട്ട് 1 മൈനസ് സബ്ട്രാക്ട് ചെയ്താൽ അതും കിട്ടും. പിന്നെ 95% ചാൻസ് ഇന്നലെ അത് കണ്ടില്ലേ, പ്രോബബിലിറ്റി ഹാവ് ബീൻ ഗിവൺ ടു യു. അവിടെ നിന്ന് Z കണ്ട് T കാണാനുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ചെയ്തതാണ്, പക്ഷെ അതിലേക്ക് വേണ്ടുന്ന ഡാറ്റാസ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദ പ്രോബ്ലം. Okay students, so we calculated the estimated time from TO, TM and TP divided by 6 ചെയ്തു. അതിനുശേഷം I got the values as ഈ values കിട്ടി, estimated time. Draw construct the network diagram. IJ എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് വെച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കാത്തത് ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നെറ്റ്വർക്ക് ഡയഗ്രാം അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ടൈം എഴുതി. ആഫ്റ്റർ ദാറ്റ് വി കാൽക്കുലേറ്റഡ്, യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ E values and L values. I got E1 to E8 notes as from 0 to 36. L value 36 മുതൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്തു, 0 മുതൽ എത്തി. സോ ട്രൈ ദീസ് പ്രോബ്ലം. ഇത് തന്നെയാണോ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ്. ഒന്ന് നോക്കുക, നിങ്ങൾക്ക് സെയിം വാല്യൂസ് തന്നെയാണോ, കോപ്പി ചെയ്ത് ഈ വാല്യൂസ് തന്നെയാണോ കിട്ടുന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ, സോ യു ക്യാൻ ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. സോ വാട്ട് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡ്രോ ദ പ്രോജക്ട് നെറ്റ്വർക്ക്. അത് നമ്മൾ വരച്ചു. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്താൽ ഞാനിവിടെ റബ്ബ് ചെയ്യും. സെക്കൻഡ്, കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് വേരിയൻസ്. അപ്പോൾ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ EL വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ പഴയ ടേബിൾ ഇൻസ്ട്രക്ട് ചെയ്യണം. ടോട്ടൽ ഫ്ലോട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് കാണുന്നത്. പ്ലസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് വേരിയൻസ് ഓൾസോ ഫ്രം ദാറ്റ് ടേബിൾ. ആ ടേബിളിൽ നിന്നാണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ 41 ഡേയ്സ്, 35 ഡേയ്സ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പ്രോബബിലിറ്റി കാണണം. നോട്ട് കംപ്ലീറ്റഡ് 45 ഡേയ്സ്, 95% ചാൻസ്. ഈ മൂന്നെണ്ണമാണ് എനിക്ക് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ നോട്ട് ദ ക്വസ്റ്റ്യൻ, ഐ എം ഗോയിങ് ടു റബ് ദിസ്. ഓക്കെ, we constructed the table. സാധാരണ നമ്മൾ PERT CPM ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കോളംസും പിന്നെ ഒരു അഡീഷണൽ കോളം വേരിയൻസും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
you know how to calculate EST, EFT, LST, LFT and total float. After total float, variance എന്ന് പറഞ്ഞൊരു കോളം എന്താ വേരിയൻസ് കാണാനുള്ള ഫോമുല നോക്കിയേ TP minus TO by 6 the whole square. അതായത് pessimistic time minus optimistic time divided by 6 the whole square. നമ്മുടെ ഫസ്റ്റ് 1 to 2 pessimistic optimistic time കൊടുക്കുക. TP എത്രയായിരുന്നു 15, optimistic time എത്രയായിരുന്നു 3. So 15 minus 3 12, 12 by 6 2 ന്റെ സ്ക്വയർ, അങ്ങനെയാണ് 4 കിട്ടിയത്. അങ്ങനെ ഓരോ ആക്ടിവിറ്റിയുടെയും വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന ടോട്ടൽ ഫ്ലോട്ട് 0 വരുന്ന പ്ലേസസ് ഇല്ലേ, അത് മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ അത് തന്നെ മാർക്ക് ചെയ്തു, ഇൻക്ലൂഡിങ് ഇറ്റ്സ് വേരിയൻസ്. കണ്ടോ, വേരിയൻസ് ആ ഫ്ലോട്ട് 0 ആയതിനെ മാത്രമാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ഫ്ലോട്ട് വാല്യൂ 0, നമുക്കറിയാം ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഏതൊക്കെയാണ് 1 to 2, 2 to 3, 3 to 5 and 5 to 8. അത് ഞാൻ മാർക്ക് ചെയ്തു ഇൻ നെറ്റ്വർക്ക് ഡയഗ്രാം. കണ്ടോ, 1 to 2, 2 to 3, 3 to 5, 5 to 8 നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ വരച്ചു. ആ ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് എഴുതി, ഇറ്റ്സ് എ ചെയിൻ. ആഡ് ചെയ്തു, വി ഗോട്ട് ദ വാല്യൂ ആസ് 36. അതന്നെയല്ലേ നമ്മുടെ ലാസ്റ്റ് E8 വാല്യൂ വന്നത്? യെസ്, ഇറ്റ് ഇസ് 36. അതിനെ നമ്മൾ എന്തായിട്ടാണ് വിളിക്കാൻ പോകുന്നത്? TE, എസ്റ്റിമേറ്റഡ് ടൈം, അല്ലെങ്കിൽ എന്ന് പറയും മീൻ എന്ന് പറയും. ഓക്കെ, നൗ വേരിയൻസ്. വേരിയൻസ് ഇതേപോലെ തന്നെ, വേരിയൻസിന്റെ നൊട്ടേഷൻ എന്താ? സിഗ്മ സ്ക്വയർ അല്ലേ? സോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആ ഫ്ലോട്ട് വെച്ച് ഹൈലൈറ്റ് ചെയ്ത ആ പാത്തിലുള്ള വേരിയൻസ് മാത്രം മതി. അതായത് 4, 16, 4, 1 ഇത് മാത്രം മതി. എത്രയാ വരാ? 4 plus 16 plus 4 plus 1, 4 plus 16 20, 24 plus 1 25 is your variance. പക്ഷെ നമുക്ക് വേണ്ട എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതായത് സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 25. റൂട്ട് ഓഫ് 25 എന്താ? ഇറ്റ് ഇസ് 5. നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ട എന്താ? സിഗ്മയും മീനും ആണ്. അപ്പൊ സിഗ്മ എന്താ പറഞ്ഞാൽ ഈ കിട്ടിയ വേരിയൻസിന് റൂട്ട് എടുത്തു കഴിയുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? സിഗ്മ കിട്ടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രം ദ പേർഡ് കാൽക്കുലേഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിലേക്ക് കൂടി കിടക്കാം. സോ നമുക്ക് നേരത്തെ ടേബിളിൽ നിന്ന് എസ്റ്റിമേറ്റഡ് ടൈം ഓർ മീൻ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ആയിട്ട് 36 കിട്ടി. വേരിയൻസിന്റെ സഹായത്തോടുകൂടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 5 കിട്ടി. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇതെല്ലാം ഞാൻ ഇന്നലെ പഠിപ്പിച്ചതാണ്, പക്ഷെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിച്ചത്. സോ ഐ എം നോട്ട് going much detail. Third question എന്തായിരുന്നു? How can you complete or what is the chance of completing the due date as 41 days? അപ്പോൾ ഡ്യൂ ഡേറ്റ് 41 തന്നെ കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല അറിയാം. Z is equal to T minus TE by sigma. TEയും സിഗ്മയും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ T എന്ന് പറയുന്നത് 41 days. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, we got the value as 1 which is a positive. 1ന്റെ ടേബിൾ വാല്യൂ നോക്കാം, that is 1.00 in the normal table. ആ ടേബിൾ ഏരിയ എത്ര കിട്ടുന്നത്? ഇറ്റ് ഇസ് 0.34. കണ്ടോ, ഇനി എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രോബിലിറ്റി കാണണമെങ്കിൽ 0.5 ആ ടേബിൾ ഏരിയയോടെ ആഡ് ചെയ്യുക. വി ഗോട്ട് ദ റിസൾട്ട് ആസ് വാട്ട്? 0.84. ഓക്കെ, തേർഡിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ചാൻസ് ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് ഓൺ 35 days? ഇതേ ഫോമുലയിൽ തന്നെ instead of 41 in the first case, T can substitute here, 35 substitute here, you got it as minus 1 by 5, result is minus 0.2. മൈനസ് ആണ് ഇവിടെ, നെഗറ്റീവ് ആണെങ്കിലും ഏരിയ നോക്കുമ്പോൾ 0.2 എന്താണെന്നുള്ളത് നോക്കേണ്ടത്. 0.20 കേട്ടോ. അപ്പോൾ ടേബിൾ ഏരിയ എത്ര കിട്ടി? 0.0793. സിൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ഇവിടെ പ്രോബിലിറ്റി നോക്കുമ്പോൾ 0.5 പ്ലസ് അല്ല, പകരം ദിസ് ടേബിൾ ഏരിയ ഹാവ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം 0.5. സബ്ട്രാക്ട് ചെയ്തപ്പോൾ റിസൾട്ട് എന്ത് വന്നു? 0.42. This is your third question. Okay. Now moving on to the fourth question. Not completing 45 days. Not completing 45 days എന്ന് പറഞ്ഞാൽ other than the success, failure they have been asked. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? സക്സസ് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് ആദ്യം 45 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് കണ്ടുപിടിച്ച ശേഷം we can subtract it from 1. Okay. So I simply substituted T as 45. I got the result as positive 1.8. അതുകൊണ്ട് തന്നെ ടേബിൾ വാല്യൂ 0.5 ആഡ് ചെയ്തു. 1.8ന്റെ ടേബിൾ വാല്യൂ 0.4641 ആണ്. നിങ്ങൾ നോക്കുക ടേബിൾ കേട്ടോ. പ്രോബിലിറ്റി എന്ത് കിട്ടി? 0.9641 is the chance of completing the project in 45 days. What is our question? Not completing. Not completing means 1 minus this answer. അതായത് 1 minus probability of 45. So it is 0.0359 is the not completing 45 days എന്നുള്ളതിൻ്റെ റിസൾട്ട്. ഇനി sometimes ഇത് എനിക്ക് തോന്നുന്നു in this question it is percentage have been asked. Percentage ആണ് ചോദിക്കണമെങ്കിൽ just divided by 100. Divided by 100 അപ്പം into 100 അപ്പം 3.59% എന്ന് വരും കേട്ടോ. 3.59% ഡിവൈഡഡ് ബൈ 100 ആണെങ്കിൽ 0.0359 ആവും. അപ്പോൾ പെർസെൻറ്റേജ് ആണ് ചോദിക്കണമെങ്കിൽ ആ രീതിയിൽ എഴുതാം. 2 points അപ്പുറത്തേക്കാക്കി എഴുതാം. Now there is one more question, the last question of
area has been given. Okay students, so this is your last part question. Fourth question, 95% chance. അതായത് പ്രോബിലിറ്റി ഹാവ് ബീൻ ഓൾറെഡി ഗിവൺ. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ചെയ്തത് പ്രോബിലിറ്റി എന്നിട്ടുണ്ട്, അതിനനുസരിച്ച് റിസൾട്ട് കാണാം. സോ പി ഇസ് 95%, ദാറ്റ് മീൻസ് 95 by 100, 0.95. 0.95 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് മോർ ദാൻ 50% അല്ലേ. അപ്പോൾ പോസിറ്റീവ് ആണെന്നറിയാം. അപ്പോൾ 50% മോർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, 0.5 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പെർട്ടിക്കുലർ വാല്യൂ കിട്ടുന്നത് അല്ലേ. 0.5 ആ ടേബിൾ വാല്യൂ ആഡ് ചെയ്യും. ഇപ്പോൾ വി ഡോണ്ട് നോ ദ ടേബിൾ വാല്യൂ, കൺസിഡർ ഇറ്റ് ആസ് എക്സ്. ഇപ്പോൾ എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 0.5 മൈനസ് 0.95 മൈനസ് 0.5, സോ ഇറ്റ് ഇസ് 0.45. അതാണ് നമ്മുടെ ഏരിയ. ഇനി 0.45 ടേബിളിൻ്റെ ഉള്ളിൽ എവിടെയാണ് കിട്ടുന്നത് നോക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ അത് ഏകദേശം ഒരു 0.45 എന്നുള്ളത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാണില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞില്ലേ മോർ ക്ലോസർ ഏതാന്നുള്ളത്. ഐ തിങ്ക് ഇറ്റ് ഇസ് 0.4495 ആയിരിക്കും. അപ്പോൾ 0.4495 ആണ് ക്ലോസർ ടു 0.45. അത് എവിടെയാണ് വരുന്നത്? ഇസഡ് ഇസ് ഈക്വൽ ടു 1.64. സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ഇസഡ് വാല്യൂ നമുക്ക് ടി ആണ് കാണേണ്ടത്, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇസഡ് ഇസ് ഈക്വൽ ടു ടി മൈനസ് ടി ഇ ബൈ സിഗ്മ. ടി ഇസഡിൻ്റെ അവിടെ 1.64. വി ഡോണ്ട് നോ ദ ടി വാല്യൂ, എത്ര ദിവസം എന്നറിയില്ല. ടി ഇ സിഗ്മ നമുക്ക് കിട്ടിയിട്ടുണ്ട് 36/5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്രോസ് ചെയ്യുക. ടി വാല്യൂ എത്രയായിട്ട് കിട്ടി? ഇറ്റ് ഇസ് 44.2 days. ഓക്കെ, അപ്പോൾ എല്ലാം പഠിച്ചതാണ്. ചില ആൾക്കാരെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ലെങ്തി പ്രോബ്ലം ചെയ്തത്. ദിസ് യു ക്യാൻ എക്സ്പെക്ട് ആസ് എ 15 mark question in section B. Okay, that's all for today. Thank you.